നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ ആരോപണത്തിനിടെ CPM MP ജോൺ ബ്രിട്ടാസിനെ ഇപ്പോൾ മലയാളത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അദ്ദേഹം നൽകിയ മലയാളത്തിലുള്ള മറുപടി കത്താണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. MP-മാരുടെ കത്തിന് ഹിന്ദിയിലെ മറുപടി നൽകൂ എന്ന ചില മന്ത്രിമാരുടെ രീതിക്ക് അതൊരു മാറ്റവുമായി. മോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ അയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ MP-മാരുടെ വിമർശനത്തിന് കാരണമായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. ബീഹാർ കീഴടക്കി ഇനി ലക്ഷ്യം ഗംഗ ഒഴുകിയെത്തുന്ന ബംഗാൾ. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ബംഗാളിനൊപ്പം കേരളവും തമിഴ്നാടും തെരഞ്ഞെടുപ്പിലേക്ക് പോകും. BJP രാഷ്ട്രീയം വേരുപിടിക്കാത്ത സ്ഥലങ്ങൾ. ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത്. ഇവിടെ തമിഴ് വികാരമാണ് ജനവിധിയെ സ്വാധീനിക്കുക. BJP ഹിന്ദി പാർട്ടിയായി അകറ്റുകയാണ് തമിഴ്നാട്ടിലെ DMK. ഇതിനെ മറികടക്കണം. ഇതിനൊപ്പം കേരളത്തിലും ജയിക്കുന്നില്ലെന്ന പേരുദോഷം മാറ്റണം. ഇതിന് BJP നീക്കം തുടങ്ങുകയാണ്. ബംഗാളിൽ ഗംഗയെങ്കിൽ തമിഴ്നാടിനും കേരളത്തിനും ഭാഷയാണ് BJPയുടെ തന്ത്രം. പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ MP-മാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴിത്തിരിവ് വരികയാണ്. ജോൺ ബ്രിട്ടാസ് MP-ക്കാണ് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. മോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ അയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ MP-മാരുടെ വിമർശനത്തിന് കാരണമായിരുന്നു. ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതായിരുന്നു കീഴ്വഴക്കം. എന്നാൽ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുകയായിരുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന ആരോപണവും ഉയർന്നു. തമിഴ്നാട്ടിൽ ഈ വിവാദം കത്തിപ്പടർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമിത് ഷായുടെ മലയാളത്തിലുള്ള മറുപടി ചർച്ച ചെയ്യുന്നത്. ഇതുവരെ MP-മാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയാണ് അമിത് ഷാ പിന്തുടർന്നത്. ഇനി മറ്റുള്ള മന്ത്രിമാരും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും മറുപടി നൽകും. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒക്ടോബർ 22-ന് ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായാണ് നവംബർ 14-ന് അമിത് ഷാ ബ്രിട്ടാസിന് കത്തയച്ചത്. ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടിയെന്ന് അമിത് ഷാ കത്തിൽ വ്യക്തമാക്കുന്നു. നന്ദിയോടെ താങ്കളുടെ അമിത് ഷാ എന്നെഴുതി ഒപ്പിട്ടാണ് മറുപടി. നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച് ജോൺ ബ്രിട്ടാസ് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ഓവർസീസ് പൗരന്മാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനം ഇറക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജോൺ ബ്രിട്ടാസ് MP നൽകിയ കത്തിന് മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരിച്ച് ഒരു മറുപടി മലയാളത്തിൽ നൽകിയത്. 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റപത്രം സമർപ്പിച്ചാൽ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനം പുനഃപരിശോധിക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടത്. കുറ്റപത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ OCI രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജോൺ ബ്രിട്ടാസ് MP അമിത് ഷായ്ക്ക് കത്ത് നൽകിയത്. വിഷയത്തിൽ നിയമപരവും ഭരണഘടനാപരവുമായ ആശങ്കകൾ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കത്ത് ലഭിച്ചുവെന്ന് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകിയത്. പ്രശ്നത്തിന്റെ ഉൾവശങ്ങളിലേക്ക് കടക്കാൻ തയ്യാറാകാതെയാണ് മറുപടിയെന്നും ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. ആദ്യമായാണ് മലയാളത്തിൽ കൂടി ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി നൽകിയത്. ഇതിനു മുൻപ് 1990-ൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ഹിന്ദിയിൽ അയച്ച കത്തിനെ കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ മലയാളത്തിൽ മറുപടി അയച്ച സംഭവമുണ്ടായിരുന്നു. ഇതേ രീതിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകും. തമിഴിൽ കൂടുതലായി മറുപടി എത്തും. ഇതിലൂടെ തമിഴ് വികാരത്തെ BJPക്ക് അനുകൂലമായി മാറുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം മിക്കതും BJPക്കായിരുന്നു. ഒഡീഷ, ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവയ്ക്ക് ശേഷം തമിഴ്നാടും പശ്ചിമ ബംഗാളും പിടിക്കാൻ ഒരുങ്ങുകയാണ് BJP. 2 സംസ്ഥാനത്തും അടുത്ത വർഷം BJP അധികാരത്തിലെത്തുമെന്ന് അമിത് ഷാ മധുരയിൽ പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത്. അടുത്ത വർഷം തമിഴ്നാട്ടിലും ബംഗാളിലും BJP അധികാരം പിടിക്കും. ജനവികാരം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കും. തമിഴ് ജനത DMK സർക്കാരിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയും. പ്രകടന പത്രികയിൽ പറഞ്ഞ 60% വാഗ്ദാനങ്ങളും സ്റ്റാലിൻ സർക്കാർ പാലിച്ചില്ല. എത്ര പാലിച്ചുവെന്ന് ജനങ്ങളോട് പറയാൻ സ്റ്റാലിന് ധൈര്യമുണ്ടോ എന്നും അമിത് ഷാ വെല്ലുവിളിച്ചിരുന്നു.
തനിക്ക് തമിഴിൽ സംസാരിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് തമിഴെന്നും അമിത്ഷാ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് DMK. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല നയങ്ങളും തമിഴ്നാട്ടുകാർക്ക് എതിരാണെന്നാണ് DMKയുടെ പ്രചാരണം. BJPക്ക് വേരോട്ടം വളരെ കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണിത്. AIADMKയെ കൂടെ നിർത്തി ഭരണം പിടിക്കാനാണ് BJP തന്ത്രം. ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ നടപടികളുടെ തുടക്കം മുതൽ NDAയും BJP നയിക്കുന്ന നേതാക്കളും അസാമാന്യമായ ആത്മവിശ്വാസത്തിലായിരുന്നു. NDAയ്ക്ക് വിജയം അവർക്ക് സംശയവുമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച ചർച്ചകളും വിവാദങ്ങളും ഉച്ചകോടിയിലെത്തി ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം സമാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ബീഹാറിൽ വീണ്ടും NDA ഭരണം ഉറപ്പാണ്, ഞാൻ വീണ്ടും വരും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോദിയുടെ പ്രസംഗങ്ങളിൽ പറഞ്ഞത് അധികവും സർക്കാർ ചെയ്ത കാര്യങ്ങളല്ലായിരുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ബീഹാർ സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് ബീഹാറിലെ ജനതയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു. അതാണ് ദീർഘവീക്ഷണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രതികരണത്തിലെ അവസാന ഭാഗവും അതായിരുന്നു. ബീഹാറിന്റെ ഭാവി പദ്ധതികളുടെ സംക്ഷിപ്തം പ്രചാരണത്തിന്റെ പ്രചണ്ഡ രൂപമായിരുന്നു അമിത്ഷാ. ബീഹാറിലെ ഓരോ ചെറിയ രാഷ്ട്രീയ കാര്യങ്ങളും അതിസൂക്ഷ്മം വീക്ഷിച്ച് അപ്പോൾ പ്രതികരിച്ച് അമിത്ഷാ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചപ്പോൾ വൻ ജനക്കൂട്ടത്തോട് പറഞ്ഞ വാചകങ്ങൾ ഇതാണ്. നവംബർ 14 വരും. അന്ന് കാലത്ത് 8 മണിക്ക് വോട്ടെണ്ണാൻ തുടങ്ങും. 9 മണിയോടെ കാര്യങ്ങൾ സുവ്യക്തമാകും. ബീഹാറിനെ ബാധിച്ച ലല്ലു രാഹുൽ കാലം അപ്പാടെ നീങ്ങും. തെരഞ്ഞെടുപ്പിന്റെ ഭാവി ഫലം പ്രവചിക്കാൻ അമിത്ഷാ കാണിച്ച ആത്മവിശ്വാസം ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. അതേസമയം ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷൻ നടന്ന സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ടായിരുന്നു. തീവ്രവാദ ബന്ധമുള്ള കേസിൽ പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന്റെ കാരണമെന്ന് ആക്സിഡന്റൽ സ്ഫോടനമാണെന്നും ആസൂത്രിതമല്ലെന്നും ആവർത്തിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീർ സന്ദർശിച്ചേക്കും. നൌഗാം സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിക്കുമെന്നാണ് സൂചന. ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള നൌഗാം പോലീസ് സ്റ്റേഷനിൽ വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് സ്ഫോടനമുണ്ടായത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 9 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൊല്ലപ്പെട്ടവരിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് സയൻസ് ലാബ് അംഗങ്ങൾ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ക്രൈം വിംഗ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു. പരിക്കേറ്റവരിൽ 27 പോലീസുകാരും 3 സാധാരണക്കാരും ഉൾപ്പെടുന്നു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വൈറ്റ് കോളർ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിൽ നിന്ന് അടുത്തിടെ പിടിച്ചെടുത്ത വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകൾ വേർതിരിച്ചെടുക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഏതായാലും കൃത്യമായിട്ട് അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ വളരെ ആഴത്തിലുള്ള അന്വേഷണമാണ് നടപ്പിലാക്കുന്നത്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളുടെ വേരുകൾ എവിടേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി ആ വേരുകളെ അറുക്കുകയാണ് ഇപ്പോൾ NIA പോലുള്ള അന്വേഷണ സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ഡോക്ടർമാരടക്കം ഇപ്പോൾ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് മറ്റൊരു തെളിവിലേക്കും അല്ലെങ്കിൽ മറ്റൊരു സൂചനയിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ശൃംഖല വളരെ വലുതാണെന്നും അത് വേരോടെ അറുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.